ഗായ്സ് വെൽക്കം. ഇന്ന് നമ്മൾ കളിക്കാൻ പോണു നമ്മുടെ സ്വന്തം ഇന്ത്യൻ കാർ ബൈക്ക് ഡ്രൈവ് 3D ആണ് കളിക്കാൻ പോണു ഗേസ്. ഈ ഗെയിം നമ്മൾ കളിച്ചിട്ട് കുറേ നാളായി. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ പ്ലേലിസ്റ്റ് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതെല്ലാവരും ചെക്കൗട്ട് ചെയ്യാനായിട്ട് മറക്കരുത് ആ പ്ലേലിസ്റ്റ് ഗേസ്. അത് ഈ ഗെയിമിൽ നമ്മൾ കളിച്ച പ്ലേലിസ്റ്റൊക്കെ ഉണ്ട് ഗേസ്. ഇന്നെന്തായാലും ഗെയ്സ് നമ്മൾ കഴിഞ്ഞ വട്ടത്തേക്ക് എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവും. നമ്മൾ പാല് വിറ്റും പിന്നെ പിസ്സ ഡെലിവറി ചെയ്തും അങ്ങനെയൊക്കെ നമ്മൾ പണക്കാരനായി മാറി ഗെയ്സ്. ഇപ്പം നമുക്ക് ജിയോ വാഗണുണ്ട്, പിന്നെ നിഞ്ച ബൈക്കുണ്ട്, പിന്നെ നമുക്ക് BMW i8 ഉണ്ട് ഗെയ്സ്. ഇപ്പോൾ നമ്മൾ റിച്ചാണ് ഗെയ്സ് ആകെ ഗെയ്സ്. ഇന്ന് നമുക്ക് എന്തായാലും നമ്മുടെ ഈ സിറ്റി ഒന്ന് കറങ്ങാനിറങ്ങാം ഗെയ്സ്. നമ്മുടെ പിള്ളേരൊക്കെ പറഞ്ഞായിരുന്നു ഈ സിറ്റി കുറേ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് ഗെയ്സ്. നമ്മുടെ പിള്ളേരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഗെയ്സ്, സ്കൂളിലെ പിള്ളേരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ ഗെയിമിൽ കുറേ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് ഗെയ്സ്. അതുകൊണ്ട് ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് ഗെയ്സ്. എന്തായാലും നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം ഗെയ്സ്. നമ്മുടെ ഫ്രാങ്ക്ലിനാണ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഗെയ്സ്. ഈ സ്ഥലമൊക്കെ കാണാൻ നല്ല വൈബായിട്ടുണ്ട് ഗെയ്സ്. എന്തായാലും നമുക്ക് കുറച്ച് നേരം നമ്മുടെ ബേസ്ബോൾ കളിച്ചിട്ട് പോവാട്ടാ ഗെയ്സ്. കുറച്ച് നേരം എനിക്ക് ബേസ്ബോൾ കളിക്കണം ഗെയ്സ്. അതിന് വേണ്ടി നമുക്ക് നേരെ ബേസ്ബോൾ കോർട്ടിൻ്റെ അടുത്തോട്ട് പോവാം ഗെയ്സ്. അവിടെ ആയിട്ട് ബേസ്ബോൾ കോർട്ട് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. നമുക്ക് നേരെ പോയി ബേസ്ബോൾ കുറച്ച് നേരം കളിക്കാട്ടാ ഗെയ്സ്. നമുക്ക് എന്തായാലും ഈ വണ്ടി ഇതിനകത്തോട്ട് കയറ്റാട്ട ഗൈസ്. നമ്മൾ അകത്ത് എത്തിയിട്ടുണ്ട് ഗെയ്സ്. നമുക്കിനി കുറച്ച് നേരം ഇവിടെ ബേസ്ബോളൊക്കെ കളിച്ചിട്ട് പോവാട്ട ഗെയ്സ്. നമ്മൾ ബേസ്ബോളൊക്കെ കളിക്കുവാണ് ഗെയ്സ് കിടന്ന് ഗെയ്സ്. അങ്ങനെ നമ്മൾ ബേസ്ബോളൊക്കെ കളിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഗെയ്സ്. എനിക്കാകെ ക്ഷീണമായിട്ട് നടക്കാൻ പോലും പറ്റുന്നില്ല ഗൈസ്. കുറേ ബേസ്ബോൾ കളിക്കാൻ വേണ്ടി കുറേ ഓടിയായിരുന്നു ഗൈസ്. എന്നിട്ട് നടക്കുമ്പോൾ നടക്കാനേ പറ്റുന്നില്ല ഗൈസ്. ഓടി പോവാണ് ഗൈസ്. നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ജിയുവാഗണി കയറാം കേട്ടോ ഗൈസ്. നമ്മൾ നേരെ നമ്മുടെ ജിയുവാഗണി കയറുന്നതാണ് ഗൈസ്. നമ്മൾ പൊടിയായിട്ട് നമ്മുടെ ജിയുവാഗണി കയറുന്നുണ്ട് ഗൈസ്. ഇനി നമുക്ക് നേരെ നമ്മുടെ ജിയുവാഗൺ എടുത്ത് കത്തിച്ച് വിടാൻ കേട്ടോ. നമുക്ക് ഇവിടെ കുറച്ച് സ്ഥലങ്ങളും കൂടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്രിഡ്ജൊക്കെ വന്നെന്ന് ഞാൻ കേട്ടായിരുന്നു. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് ഫ്രിഡ്ജ് വരുന്നത്. പിന്നെ ഏതോ ഡെസേർട്ട് ഐലൻഡൊക്കെ വന്നെന്ന് കേട്ടായിരുന്നു ഗൈസ്. നമുക്ക് ഡെസേർട്ട് ഐലൻഡിലോട്ടൊക്കെ ഒന്ന് പോകണം ഗൈസ്. അതിന് വേണ്ടി നമുക്ക് ഇത് ഗൈസ് ഇതിനകത്തോട്ട് കയറാൻ പറ്റുന്നില്ല ഗൈസ്. ഇത് നേരത്തെ ഉള്ളതാണ്, ഒരു പാർക്കാണ് ഗൈസ്. അവിടെ ഒന്നും കയറണ്ട ഗൈസ്. നമുക്ക് എന്തായാലും കത്തിച്ച് വിടാട്ട ഗൈസ്. നമ്മൾ നേരെ ആ പാലത്തിൻ്റെ ഭാഗത്തോട്ട് പോകാൻ പോവാണ് ഗൈസ്. നമ്മളെന്തായാലും ഇപ്പോൾ ഒന്ന് വഴിയൊക്കെ നോക്കിയിട്ടുണ്ട് ഗൈസ് യൂട്യൂബ് വീഡിയോയിൽ ഗൈസ്. നമുക്ക് നേരെ ഇനി നമ്മുടെ ആ സ്ഥലത്തോട്ട് പോവാട്ട ഗൈസ്. നേരെ ഇവിടുന്ന് നേരെ പോകണം ഗൈസ്. ഇവിടുന്ന് നേരെ ഇങ്ങനെ ഉണ്ടോ ഗൈസ്. ഇവിടുന്ന് നേരെ പോയിട്ട് നമ്മളിതാ നേരെ പോകണം ഗൈസ്. എന്നിട്ട് നേരെ പോയിട്ട് നമ്മൾ പോകണ്ടേന്ന് വെച്ചാൽ ഗൈസ്, നേരെ പോകണ്ടേ വെച്ചാൽ ഈ കണ്ടെയ്നർ ഉണ്ടോ ഗൈസ്. ഈ കണ്ടെയ്നറിൻ്റെ അടുത്ത് നിന്ന് നേരെ അങ്ങ് പോവുക. ഇവിടെ റോഡ് കിടക്കുന്നുണ്ട്. ഈ റോഡിൽ കൂടെ നേരെ ഇങ്ങനെ പോകുമ്പം നമ്മൾ ഈ പുല്ലിൽ കൂടെ കയറ്റിയെടുക്കുക. ഇന്ന് ദൂരെയായിട്ട് എന്തൊക്കെയോ സംഭവങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ആരൊക്കെയോ നിൽക്കുന്ന പോലൊക്കെ തോന്നുന്നുണ്ട് ഗൈസ്. സോംബീസ് നിൽക്കുന്ന പോലൊക്കെ തോന്നുന്നുണ്ട് ഗൈസ്. നമുക്ക് നേരെ അങ്ങോട്ട് കത്തിച്ച് വിടാം ഗൈസ്. ഈ പോകുന്ന റൂട്ടിൽ തന്നെ നിങ്ങൾ പോകണം കേട്ടാ. എന്നാലേ നിങ്ങൾക്ക് ഈ ഡെസേർട്ട് ഐലൻഡിൽ എത്തിപ്പെടാൻ പറ്റുകയുള്ളൂ ഗൈസ്. നമ്മൾ നേരെ പോകണം ഗൈസ്. നമുക്ക് നേരെ പോയിട്ട് ഈ പാലം കയറണം. അന്നേരം നമ്മുടെ ഡെസേർട്ട് ഐലൻഡ് എത്തും ഗൈസ്. നമുക്ക് എന്തായാലും പോയി നോക്കാം ഗൈസ്. എന്തായാലും ഡെസേർട്ട് ഐലൻഡിലോട്ട് ഗൈസ് നമ്മളെന്തായാലും പോയി നോക്കുവാണ് ഗൈസ്. നമ്മുടെ ഡെസേർട്ട് ഐലൻഡിലോട്ട് ഗൈസ്. നമ്മൾ ഡെസേർട്ട് ഐലൻഡിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് നേരെ ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് കയറ്റാൻ ഗൈസ്. അമ്മച്ചി വണ്ടി മറിഞ്ഞിട്ടുണ്ട് ഗൈസ്. അയ്യോ ഗൈസ്, തല കുത്തി വണ്ടി ഇതാ മറിയുന്നുണ്ട് ഗൈസ്. നമ്മുടെ ഫ്രാങ്ക്ലിനാണെങ്കിൽ ഉള്ളിലിരിക്കുന്നുണ്ട് ഏകദേശം. നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ തലയൊക്കെ ഏകദേശം പൊട്ടി ഗൈസ്. എന്നാലും ഫ്രാങ്ക്ലിൻ അതൊന്നും വിഷയമല്ല ഗൈസ്. പിന്നെ വണ്ടി എടുത്ത് കയറ്റാൻ പോവാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ ഗൈസ്. നമ്മുടെ ഫ്രാങ്ക്ലിൻ പിന്നെയും വണ്ടി കയറ്റുവാണ് ഗൈസ്. ഇപ്പം പിന്നെയും ഫ്രാങ്ക്ലിൻ വണ്ടി കയറ്റുവാണ് ഗൈസ്. അയ്യോ ഗായ്സ്, കൺട്രോൾ കിട്ടുന്നില്ല ഗായ്സ്. നമുക്ക് കൺട്രോൾ കിട്ടുന്നില്ല ഗായ്സ്. വേറെ എങ്ങോട്ട് വലിപ്പിക്കുന്നു ഗൈസ് വണ്ടി. വണ്ടി പുറകോട്ട് വലിക്കുന്നു ഗൈസ്. എന്തോ പറ്റുന്നേ അറിയത്തില്ല ഗൈസ്. വണ്ടി പുറകോട്ടൊക്കെ വലിക്കുന്നു ഗൈസ്. അയ്യോ ഗായ്സ്, വെള്ളത്തിൽ പോണേ ഗൈസ്. അയ്യോ ഗായ്സ്, നമ്മൾ വെള്ളത്തിൽ പോണു ഗൈസ്. എന്തൊരു കഷ്ടമാണ് ഗൈസ് ഇങ്ങനെ. നമുക്ക് ഇറങ്ങാം ഗൈസ്. അയ്യോ ഗായ്സ്, നമ്മൾ തെറച്ചു പോണു ഗൈസ്.
അയ്യോ ഗായ്സ് ദാ നമ്മൾ വെള്ളത്തിലോട്ട് വീഴുന്നു ഗൈസ്. എന്തു പറ്റുമോ ആവോ, മരിക്കുമോ എന്നറിയത്തില്ല ഗൈസ്. ദാ അലറിക്കൊണ്ട് നമ്മൾ പോവുകയാണ് ഗൈസ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഗൈസ്. ദാ നമ്മൾ അലറിക്കൊണ്ട് ആ വെള്ളത്തിൽ വീണിട്ട് തിരിച്ചു വന്നപ്പോൾ നോക്കിയേ ഗൈസ്, നമ്മൾ എങ്ങനെ ഈ സിറ്റി എത്തി ഗൈസ് എനിക്കറിയത്തില്ല ഗൈസ്. പക്ഷേ സിറ്റി ഫുള്ള് വെള്ളമാണ് ഗൈസ്. എന്തോ പറ്റിയെന്നറിയത്തില്ല. നമുക്ക് ഈ ചേച്ചിയോട് ചോദിക്കാം. ചേച്ചി എന്തോ പറ്റിയ? ചേച്ചിയൊക്കെ പറയുന്നത് വെള്ളപ്പൊക്കമാണെന്നാണ് ഗൈസ്. നമുക്ക് എന്തായാലും ഒന്നുകൂടെ ആ സ്ഥലത്തോട്ടൊന്ന് പോയി നോക്കാം ഗൈസ്. എന്താ നമുക്ക് പറ്റിയെന്നറിയത്തില്ല ഗൈസ്. എന്തായാലും നമുക്ക് ഒന്നുകൂടെ പോയി നോക്കാം ആ സ്ഥലത്തോട്ട് ഗൈസ്. അതിന് വേണ്ടി ഒരു വണ്ടി വേണമല്ലോ ഗൈസ്. നമുക്ക് ഈ ചേട്ടനെ പിടിച്ചിറക്കണോ ഗൈസ്? വേണ്ട ഗൈസ്, നമുക്ക് സ്വന്തമായിട്ട് ബൈക്കുള്ളപ്പോൾ പിന്നെന്തിനാ വേറെ ആൾക്കാരെ അടിച്ചു മാറ്റുന്നത് ഗൈസ്. നമുക്ക് നേരെ പോവാട്ടെ ഗൈസ്, നമ്മുടെ ബൈക്കുള്ള സ്ഥലത്തോട്ട് ഗൈസ്. നമുക്ക് നേരെ പോവാട്ടെ ഗൈസ്. എന്തായാലും ഗൈസ് നമ്മൾ നേരെ നടന്നു പോവാണ് ഗൈസ്. നമ്മുടെ ബൈക്ക് ഇവിടെ കാണുമോ ഗൈസ്? എങ്ങനെ ജീവവാഗൺ തിരിച്ചു വന്ന് ഗൈസ്? നമ്മളാ കുഴി വീണപ്പോൾ ആ വെള്ളത്തിയല്ലേ കിടന്ന പൊട്ടി ഗൈസ്. എന്നിട്ടിപ്പോൾ ഒരു സ്ക്രാച്ച് പോലും ഇല്ല വന്ന് കിടക്കുന്നു ഗൈസ്. ഇതെന്തോ ഗൈസ് എലിമിനാലിറ്റി വല്ലതും ആണോ ഗൈസ്? എനിക്കറിയത്തില്ല ഗൈസ് നമ്മുടെ സിറ്റിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഗൈസ്. നമുക്ക് എന്തായാലും നമ്മുടെ ബൈക്കിൽ പോവാട്ടെ ഗൈസ് ആ ലൊക്കേഷനിലോട്ട് ഗൈസ്. ഒന്നുകൂടെ പോയി നോക്കാം ആ ദ്വീപിൻ്റെ ലൊക്കേഷനിലോട്ട് ഗൈസ്. എന്തായാലും ഞാൻ ഒന്നുകൂടെ ആ ദ്വീപിൻ്റെ ലൊക്കേഷനിലോട്ട് പോയി നോക്കാനായിട്ട് പോവുകയാണ് ഗൈസ്. എന്തായാലും കത്തിച്ചു വിടാട്ട ആ ദ്വീപിൻ്റെ ലൊക്കേഷനിലോട്ട്. ആ ദ്വീപിൻ്റെ ലൊക്കേഷൻ ഇപ്പം കുറച്ച് ഡിസ്റ്റൻസ് കാണും ഗൈസ്. എന്തായാലും നമുക്ക് ആ ദ്വീപിൻ്റെ ഏരിയയിലോട്ട് പോവാട്ട. പെട്ടെന്ന് തന്നെ നമുക്ക് ആ ദ്വീപിൻ്റെ ഏരിയയിലോട്ട് പോകണം ഗൈസ്, അല്ലെങ്കിൽ സീനാവാൻ സാധ്യതയുണ്ട് ഗൈസ്. നമ്മൾ എന്തായാലും ദ്വീപിൻ്റെ ഭാഗത്തോട്ട് കത്തിച്ച് വിടുന്നുണ്ട് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ ഉണ്ട് ഗൈസ് ആ ദ്വീപിൻ്റെ ഭാഗത്തോട്ട് ഗൈസ്. എന്തായാലും നമുക്ക് കത്തിച്ച് വിട്ടാൽ പെട്ടെന്ന് തന്നെ എത്തും ഗൈസ്. ഇവിടെ ഇടയ്ക്ക് മഴയൊക്കെ ചാറുന്നുണ്ട് ഗൈസ്, ക്ഷമിക്കണം ഗൈസ്. എന്തായാലും നമുക്ക് നേരെ പോവാട്ടെ ഗൈസ്. നമ്മൾ ഏകദേശം നമ്മുടെ ദ്വീപിൻ്റെ ഭാഗത്ത് എത്താറായിട്ടുണ്ട് ഗൈസ്. അവിടെ കണ്ട ഒരു പാലം പോലെ കാണുന്നത് അതാണ് നമ്മുടെ ദ്വീപിലോട്ടുള്ള വഴി ഗൈസ്. നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ആ ദ്വീപിൻ്റെ ഏരിയയിലോട്ട് പോവാം ഗൈസ്. നമുക്ക് നേരെ പോവട്ടെ ഗൈസ്. നമുക്ക് നേരെ പോവാണ് ഗൈസ്. നമ്മൾ ദ്വീപിൻ്റെ അടുത്തെത്തുമ്പോഴേ ബൈക്കിനൊക്കെ എന്തോ സംഭവിക്കുന്നുണ്ട് ഗൈസ്. ആ പാലത്തിൻ്റെ അടുത്തെത്തുമ്പോഴേ ഗൈസ് എനിക്ക് എന്തുവാണെന്നറിയത്തില്ല ഗൈസ്. കണ്ട പാലത്തിൻ്റെ അടുത്തെത്തുമ്പോഴേ ആരോ എടുത്ത് എറിയുന്ന പോലെ വണ്ടി തറയ്ക്കുന്നുണ്ട് ഗൈസ്. കണ്ടോ ഗൈസ്, ആരോ എടുത്ത് എറിയുന്ന പോലെയാണ് വണ്ടി പോണത് ഗൈസ്. എനിക്കറിയത്തില്ല ഗൈസ്. നമുക്ക് എന്തായാലും പയ്യെ ബ്രേക്ക് ഇട്ട് പോവാം, അല്ലെങ്കിൽ നമ്മൾ തറച്ച് നേരെ വെള്ളത്തിൽ പോവുമായിരിക്കും ഗൈസ്. അയ്യോ ഗൈസ്, വണ്ടി പുറകോട്ട് വലിക്കുന്നു ഗൈസ്. എന്തുവാണെന്ന് അറിയത്തില്ല ഗൈസ്. നമ്മൾ ദ്വീപിൻ്റെ അടുത്ത് എത്താറാകുമ്പോഴത്തേക്ക് തന്നെ വണ്ടി പുറകോട്ട് വലിക്കുകയാണ് ഗൈസ്. ഈ ദ്വീപിന് വല്ല പ്രശ്നമുണ്ടോ ഗൈസ്? ഇതെന്തോ അത്ഭുത ദ്വീപ് വല്ലതുമാണ് ഗൈസ്. അയ്യോ ഗൈസ്, വണ്ടി വലിച്ചു കുഴിയിലിട്ട് ഗൈസ്. നമുക്കിനി ഇവിടുന്ന് ഇറങ്ങാം ഗൈസ്, അല്ലെങ്കിൽ നമ്മൾ പിന്നെയും വീഴും ഗൈസ്. നമ്മൾ ഇറങ്ങിയിട്ട് നമ്മളെ വലിക്കുന്നുണ്ട് ഗൈസ്. ആരോ പുറകിലോട്ട് വലിക്കുന്ന പോലെ തോന്നുന്നു ഗൈസ്. അയ്യോ ഗൈസ്, ആരോ എന്നെ എടുത്തെറിഞ്ഞ പോലെ തോന്നുന്നു ഗൈസ്. അയ്യോ ഗൈസ്, നമ്മൾ തല പൊട്ടി ആ വെള്ളത്തിൽ വീണ് ഗൈസ്. പിന്നെ നമ്മൾ സിറ്റിയിലെത്തിയ ഗൈസ്. അയ്യോ ഗൈസ്, ഏതൊക്കെ അസ്ഥികൂടങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട് ഗൈസ് നമ്മൾ കടിക്കാൻ. പോടാ അസ്ഥികൂടം. അസ്ഥികൂട സേനയൊക്കെ ഇറങ്ങി ഗൈസ്. എന്ത് നമ്മുടെ സിറ്റി സംഭവിക്കുന്ന ഗൈസ് എനിക്കറിഞ്ഞൂടാ ഗൈസ്. എന്തൊക്കെ ഈ കൊച്ചു സിറ്റി സംഭവിക്കുന്ന ഗൈസ് എനിക്കറിയത്തില്ല ഗൈസ്. വളരെ സീനാണല്ലോ ഗൈസ്, സീൻ കോൺട്രയാണല്ലോ മച്ചു ഗൈസ്. നമുക്ക് എങ്ങനെയെങ്കിലും ഇറങ്ങി ഓടാൻ ഗൈസ് ഇവിടുന്ന് ഗൈസ്, അല്ലെങ്കിൽ ഈ അസ്ഥികൂടങ്ങൾ നമ്മളെ കടിച്ച് കൊല്ലും ഗൈസ്. എന്തായാലും നമുക്ക് ഓടാൻ ഗൈസ്. യുവമാരെന്തിനിങ്ങനെ അറ്റാക്ക് ചെയ്യുന്നതെന്നാണ് എനിക്കറിയാത്ത ഗൈസ്. എനിക്ക് ആകെ ടെൻഷനായിട്ട് വയ്യ ഗൈസ്. നമുക്ക് ഇറങ്ങി ഓടാം. ഇവിടെ കാണാൻ വല്ല വണ്ടിയും കിടപ്പുണ്ടോ നോക്കാം ഗൈസ്. വണ്ടിയൊന്നും കിടപ്പില്ല ഗൈസ്. എന്തൊരു കഷ്ടമാണ് ഗൈസ്. യുവമാരിതാ കടിക്കാനായിട്ട് പുറവിന് ഓട്ടിക്കുവാണ് ഗൈസ്. എനിക്ക് ആകെ പേടിയായിട്ട് വയ്യ ഗൈസ്. യുവമാർ കടിച്ചങ്ങാണ് തിന്നാലോ ഗൈസ്. നമുക്ക് എന്തായാലും ഗണ്ണെടുക്കാം ഗൈസ്, നല്ലൊരു ഗണ്ണെടുക്കാം. അയ്യോ ഗൈസ്, സ്നൈപ്പർ എടുത്താന്നും നടക്കത്തില്ല ഗൈസ്. സ്നൈപ്പർ എടുത്താന്നും നടപടിയാവത്തില്ല ഗൈസ്. നമുക്ക് എന്തായാലും നമ്മുടെ SMG എടുത്ത് ഫയർ ചെയ്യാം കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ SMG എടുത്ത് ഫയർ ചെയ്തപ്പോൾ അതായി സെറ്റപ്പ് ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് പോവാട്ടോ ഗൈസ്. എല്ലാത്തിനെയും വെടിവെച്ച് കൊല്ലണം ഗൈസ്, എന്നാലേ സീനാവത്തോളൂ ഗൈസ്. എല്ലാത്തിനെയും ഞാൻ കൊല്ലണം ഗൈസ്, വെടിവെച്ച്
ഗെയ്സ് എന്തായാലും നമുക്ക് ഓടാട്ടാ ഗെയ്സ്. ഞാൻ എന്തായാലും ഓടി ഓടി പോവാണ് ഗെയ്സ്. എന്തായാലും വണ്ടി ഇവിടെ എങ്ങാനും ഉണ്ടോ എന്ന് നോക്കാം എന്തായാലും. ഗെയ്സ് വണ്ടി ഇവിടെ എങ്ങും കാണാനില്ല ഗായ്സ്. യുവമാർ എന്നെ പിടിച്ച് തിന്നുമെന്നാണ് തോന്നുന്നത് ഇന്ന് ഗെയ്സ്. എനിക്കറിയത്തില്ല ഗെയ്സ്. എന്തായാലും ഞാൻ ഓടുന്നുണ്ട് ഗെയ്സ്. ഇടയ്ക്ക് വെച്ച് ആരൊക്കെ വിളിക്കുന്നുണ്ട് ഗെയ്സ്. വീഡിയോ എടുക്കുന്ന സമയത്താണ് ആരെങ്കിലുമൊക്കെ വിളിക്കാറ് ഗെയ്സ്. എനിക്കറിയത്തില്ല ഗെയ്സ് എന്തായിരിക്കുമെന്ന് ഗെയ്സ്. എന്തായാലും കുഴപ്പമില്ല ഗെയ്സ്. എനിക്ക് വിളിച്ചാൽ കുഴപ്പമില്ല ഗെയ്സ്. ഒരു ദിവസമല്ലേ ഗെയ്സ്, ഒരു ദിവസം നിങ്ങളൊന്ന് ക്ഷമിക്കുക ഗെയ്സ്. എന്തായാലും നമുക്ക് നേരെ പോവാട്ടോ ഐലൻഡിലോട്ട്. ഇനി സീനാവുമെന്നാണ് തോന്നുന്നത് ഗെയ്സ്. ഈ വണ്ടിക്കാണെങ്കിൽ ബ്രേക്കും ഇല്ല ഗായ്സ്. ബെല്ലും ബ്രേക്കും ഇല്ലാത്തൊരു വണ്ടിയാണെന്നാണ് തോന്നുന്നത് ഗെയ്സ്. ഈ വണ്ടി എങ്ങോട്ടൊക്കെ പോകുന്നു ഗെയ്സ്. ഇതേതോ സൈക്കോ വണ്ടിയാണെന്നാണ് തോന്നുന്നത് ഗെയ്സ്. എനിക്കറിയത്തില്ല ഗെയ്സ്. ഇതാ വണ്ടി വന്ന് മുട്ടുന്നൊക്കെ ഉണ്ട് ഗായ്സ്. എന്തൊരു കഷ്ടമാണ് ഗെയ്സ്. ഇതിൻ്റെ ബ്രേക്കൊക്കെ പോയി ഗായ്സ്. എന്തായാലും ബ്രേക്ക് പോയാലും കുഴപ്പമില്ല ഗെയ്സ്. നമുക്ക് സ്പീഡിൽ പോവാം ഗായ്സ്. ദാ ഇവിടെയായിട്ട് എന്തോ ഗെയ്സ് ബീച്ച് ഏരിയ കാണുന്നുണ്ട് ഗെയ്സ്. ആ ഏരിയയിൽ കൂടെ നമുക്ക് നമ്മുടെ അവിടെ പോവാട്ടാ ആ ഐലൻഡിലോട്ട് ഗൈസ്. നമുക്ക് എന്തായാലും ആ ബീച്ച് ഏരിയയുടെ ഭാഗത്തോട്ട് പോവാട്ടാ. വണ്ടി തിരിക്കട്ടെ ഗൈസ് ആദ്യം. ഇവിടെ വലിയൊരു ഗ്രൗണ്ട് വരുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് കുഴപ്പമില്ല, തിരിച്ചെടുക്കാൻ പറ്റും ഗൈസ്. നമുക്ക് നേരെ ആ ബീച്ച് ഏരിയയുടെ ഭാഗത്തോട്ട് തിരിച്ചു പോവാട്ടാ ഗൈസ്. നമ്മൾ ഇവിടെയൊക്കെ ഇടിച്ച് നിൽക്കുന്നുണ്ട് ഗൈസ്. ഈ വണ്ടിക്കാണെങ്കിൽ ബെല്ലും ബ്രേക്കും ഒന്നും ഇല്ല ഗൈസ്. എന്താണെന്ന് അറിയത്തില്ല ഗൈസ്. എന്തായാലും നമുക്ക് മാപ്പിൽ നോക്കാം ഗൈസ്. ഇവിടെ എങ്ങാണോ ദ്വീപെന്ന് ഗൈസ്. നമ്മൾ മാപ്പിൽ നോക്കിയിട്ടൊന്നും കാണുന്നില്ല ഗൈസ് എവിടെയാ ദ്വീപെന്നൊന്നും ഗൈസ്. എന്തായാലും കുഴപ്പമില്ല ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടെ അടുത്തൊരു മിലിറ്ററിയുടെ ബേസ് ഉണ്ട് ഗൈസ്. നമുക്ക് അവിടെ കയറി നോക്കാം. അവിടെ എങ്ങാനും വല്ല ഫ്ലൈറ്റും കിടപ്പുണ്ടെങ്കിൽ നമുക്ക് ഐലൻഡിലോട്ട് അതും കൊണ്ട് പോകാമല്ലോ ഗൈസ്. എന്തായാലും വണ്ടിയാണെങ്കിൽ ഇടിച്ചിടിച്ച് നിൽക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ എന്തോ മതിൽ ഗൈസ്. അപ്രത്യക്ഷമായിട്ടുള്ള വാളൊക്കെ ഉണ്ട് ഗൈസ്. മിലിറ്ററിയുടെ ഏരിയ ആയതുകൊണ്ടായിരിക്കും ഗൈസ് ഇങ്ങനത്തെ വാളൊക്കെ വെച്ചേക്കുന്നത് ഗൈസ്. എനിക്കറിയത്തില്ല ഗൈസ്. നമുക്ക് എന്തായാലും കത്തിച്ച് വിടാട്ടെ ഗൈസ്. നമുക്ക് ഇതിൽ കൂടെ കയറ്റി അങ്ങ് വിടാം ഗൈസ്. നമ്മൾ നേരെ ഇതിൻ്റെ കൂടെ കയറ്റി അങ്ങ് വിടുവാണ് ഗൈസ് നമ്മുടെ വണ്ടി ഗൈസ്. അവിടെയായിട്ട് മിലിറ്ററിയുടെ കെട്ടിടമൊക്കെ കാണാൻ കഴിയുന്നുണ്ടല്ലോ ഗൈസ് നിങ്ങൾക്ക് ഗൈസ്. നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ട, മിലിറ്ററിയുടെ കെട്ടിടത്തിൽ ഗൈസ്. അവിടെ കയറാനായിട്ടൊരു എൻട്രൻസ് ഉണ്ട്. അപ്പുറത്തൂടാണ് എൻട്രൻസ്. നമുക്കത് ഇടിച്ച് തകർത്ത് കയറാം. അല്ലെങ്കിൽ സീനാണ് ഗൈസ്. നമുക്കത് ഇടിച്ച് തകർത്ത് തന്നെ കയറണം ഗൈസ്. നമ്മളെന്തായാലും ഇടിച്ച് തകർക്കാനായിട്ട് പോവുകയാണ് ഗൈസ്. നമുക്ക് എന്തായാലും ഇടിച്ച് തകർത്ത് തന്നെ കയറണം ഈ മിലിറ്ററി ബേസിൽ. കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് ഗൈസ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. എല്ലാവരും ലൈക്കും അടിക്കണം ഗൈസ്. ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് എന്ന് വെച്ചാൽ 11 ലൈക്കാണ്. എല്ലാവരും 11 ലൈക്ക് അടിക്കണം ഗൈസ്. എന്തായാലും 11 ലൈക്ക് അടിച്ചേക്കാം ഗൈസ്. നമ്മളിതാ ഡോറ് തുറന്ന് നേരെ വരുവാണ് ഗൈസ് നമ്മുടെ ഏരിയയിലോട്ട് ഗൈസ്. ഇതാണ് നമ്മുടെ ഏരിയ വരുന്നത് വെച്ചാൽ ഗൈസ്. ഇവിടെ കുറേ ഗുഡ്സ് ട്രെയിനൊക്കെ കിടപ്പുണ്ട് ഗൈസ്. കുറേ ഗുഡ്സൊക്കെ കിടപ്പുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും സ്പീഡ് ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം ഗായ്സ്. നമ്മൾ നേരെ നമ്മുടെ സ്പീഡ് ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുവാണെങ്കിൽ ഗൈസ്. ഞാൻ വന്ന കാര്യം മറന്നുപോയി ഗൈസ്. ഞാൻ വന്നതെന്ന് വെച്ചാൽ ആ ദ്വീപിൽ പോകാനാണ് ഗൈസ്. അങ്ങായിട്ട് ആ ദ്വീപ് കാണാൻ പറ്റുന്നുണ്ട് ഗായ്സ് എനിക്ക് ഗായ്സ്. അയ്യോ ഗായ്സ്, നമ്മളിതാ ഇവിടോട്ട് പോണു ഗൈസ്. അയ്യോ ഗായ്സ്, ഫുള്ള് ബ്ലാക്ക് ആണല്ലോ ഗായ്സ്. എന്തുവാണ് ഗൈസ് ഇങ്ങനെ സീനാവുന്ന ഗായ്സ്. എനിക്കറിയത്തില്ല ഗായ്സ്. ഇത് ഏതാ സ്ഥലം? ചൊവ്വാഗ്രഹമോ ഗായ്സ്? എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നൊരു കിടുക്കാച്ചി എപ്പിസോഡായിരുന്നു. ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും കമൻറ്റ് ചെയ്യുക പാർട്ട് 2 വേണമെങ്കിൽ വേണമെന്ന് ഗൈസ്. അടുത്ത വീഡിയോ കാണാം. ബൈ ഗായ്സ്.